ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെബേക്ക ദി ചേഞ്ച് മേക്കർ എന്ന ലെസൻ്റെ സമ്മറിയാണ്. ഈ ലെസൺ എഴുതിയിരിക്കുന്നത് ഒലീവിയ വുഡ് എന്ന റൈറ്ററാണ്. ഒലീവിയ വുഡ് ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എഴുത്തുകാരിയും എഡിറ്ററുമാണ്. സാങ്കേതിക വിദ്യയും മനുഷ്യബന്ധങ്ങളും സംബന്ധിച്ച പ്രചോദനാത്മകമായ രചനകളാണ് അവരുടെ പ്രത്യേകത. നമുക്കിനി സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ് റെബേക്ക. റെബേക്ക കെനിയയിലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള മസായി വർഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അവൾ അവളുടെ കുടുംബത്തോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിലാണ് കഴിഞ്ഞിരുന്നത്. അവളുടെ കുടുംബം കന്നുകാലികളെയും ആടുകളെയും വളർത്തിയിരുന്നതോടൊപ്പം കൃഷിയെയും ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾ ജോലികളിൽ അവളെ കുടുംബത്തെ സഹായിച്ചിരുന്നു. അവളാണ് മൃഗങ്ങളെ നോക്കിയിരുന്നത്. ഒരു വലിയ ചൂടുള്ള ദിവസം അവളുടെ അമ്മ ഇരുന്ന് കരയുന്നത് അവൾ കണ്ടു. അക്കൊല്ലം ചൂട് കൂടിയതിനാൽ കൃഷി വളരെ മോശമാണെന്നും അവരുടെ വളർത്തുമൃഗങ്ങളൊക്കെ ചത്തുപോകുമെന്ന ഭയത്തിലാണ് അവളുടെ അമ്മ കരയുന്നത് എന്നമ്മ പറഞ്ഞു. പിന്നീട് മഴയില്ലാത്തതിൻ്റെ കാരണം മനസ്സിലാക്കാൻ റെബേക്ക സ്കൂളിലെ ലൈബ്രറിയിൽ പോയി. അവൾ കണ്ട കാര്യങ്ങൾ അവളെ പരിഭ്രമിപ്പിച്ചു. ഭൂമിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴ കുറയുകയാണ്. അവൾ ഒരു പുതിയ പ്രയോഗം കണ്ടു: കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. മനുഷ്യർ വനനശീകരണവും മലിനീകരണവും ചെയ്യുന്നതാണ് പ്രകൃതി നാശത്തിന് കാരണമെന്ന് അവൾ മനസ്സിലാക്കി. തനിക്ക് ലോകത്തെ എങ്ങനെ സഹായിക്കാമെന്ന് അവൾ ചിന്തിച്ചു. പിന്നീട് അവൾ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ടീച്ചറോട് സംസാരിക്കാൻ അവൾ തീരുമാനിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവളുടെ ടീച്ചർ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചു. റെബേക്ക വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചിന്തകൾ മുഴുവനും മഴയില്ലാത്ത അവസ്ഥയെ പറ്റിയും അതെങ്ങനെ അന്തരീക്ഷത്തെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയുമായിരുന്നു. അവൾക്ക് അവളുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതിനാദ്യം അവൾ എല്ലാവരെയും ഈ പ്രശ്നത്തെപ്പറ്റി അറിവുള്ളവരാക്കണം. എന്നിട്ട് എല്ലാവരും കൂടി യോജിച്ചിട്ട് വേണം പരിഹാരം കാണാൻ ശ്രമിക്കാൻ. പിറ്റേ ദിവസം റെബേക്ക ടീച്ചറോട് ചോദിച്ചു, കാലാവസ്ഥ വ്യതിയാനത്തെപ്പറ്റിയും മനുഷ്യ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയെപ്പറ്റിയും ഒരു ക്ലാസ് എടുക്കണമെന്ന്. ടീച്ചർ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. ക്ലാസിൻ്റെ അവസാനം റെബേക്ക കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുക. റെബേക്കയും കൂട്ടുകാരും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു. ഗ്രാമത്തിലെ മുതിർന്നവരോടും ഈ വിഷയം പങ്കുവച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആൾക്കാരുടെ സംസാര വിഷയം തങ്ങൾ എങ്ങനെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നതായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ മുതിർന്നവർ ഒരു യോഗം വിളിച്ചു. ഗ്രാമത്തിലെ മുതിർന്നവർ അവരുടെ വേദനയും ആശങ്കകളും പങ്കുവെച്ച് കെനിയയുടെ പ്രസിഡന്റിന് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. അവർ അദ്ദേഹത്തോട് മഴയില്ലാതെ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും പ്രസിഡന്റ് ചില നിയമങ്ങൾ ഉണ്ടാക്കി പ്രകൃതിയെ നശിപ്പിക്കുന്നത് തടയണമെന്നും അഭ്യർത്ഥിച്ചു. റെബേക്ക ആ ലെറ്റർ അവളുടെ സഹപാഠികളുമായി പങ്കുവച്ചു. കുട്ടികൾ എല്ലാം തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പിന്തുണ അറിയിക്കാൻ ആ ലെറ്ററിൽ അവരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. പ്രസിഡന്റ് അവരുടെ കത്ത് വായിച്ചു. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം എഴുത്തുകൾ കിട്ടിയിരുന്നു. പ്രസിഡന്റ് പറഞ്ഞു, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. രാജ്യത്തെ പൗരന്മാരോട് അദ്ദേഹം തങ്ങളുടെ വീടിന് പുറത്ത് മരങ്ങൾ നടാൻ ആവശ്യപ്പെട്ടു. മസായി സമൂഹത്തിലെ എല്ലാവരും അത് സമ്മതിച്ചു. റെബേക്കയും അമ്മയും വീടിന് മുന്നിൽ ഒരു മരത്തൈ നട്ടു തുടങ്ങുന്നു. പടിഞ്ഞാറൻ മസായി ഗ്രാമം മുഴുവൻ ഈ പ്രചരണത്തെ പിന്തുണയ്ക്കുകയും മരങ്ങൾ നട്ടു തുടങ്ങുകയും ചെയ്യുന്നു. സ്കൂളിലെ അസംബ്ലിയിൽ പ്രിൻസിപ്പൽ റെബേക്കയെ പ്രശംസിച്ചു. പ്രകൃതി സംരക്ഷണം ഒരു വലിയ കാര്യമാണെന്നും അതിനായി ലോകത്തിലെ എല്ലാവരും സഹായിക്കണമെന്നും അവർക്ക് ഇതിനെക്കുറിച്ച് അറിവ് പകർന്നു തന്ന് അവരെ മാറ്റിയ റെബേക്കയ്ക്ക് നന്ദിയും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും സമൂഹത്തെ സഹായിച്ചെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായേനെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെബേക്കയ്ക്ക് വളരെ സന്തോഷമായി. സമൂഹത്തെയും പ്രകൃതിയെയും സഹായിക്കാൻ താനും തൻ്റെ കൂട്ടുകാരും എന്തൊക്കെ ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു റെബേക്ക. ഈ കഥ കുട്ടികളെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഏതൊരു ചെറിയ കുട്ടിയും തീർച്ചയായും വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്ന സ്വപ്നം കാണിക്കുന്നതുമാണ്. കാലാവസ്ഥ വ്യതിയാനം എത്ര വലിയ പ്രശ്നമായാലും എല്ലാവരും ചേർന്ന് ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ
അത് വലിയ മാറ്റങ്ങൾ സാധ്യമാക്കുമെന്നും ഈ കഥ പറഞ്ഞു തരുന്നു.